ലീഗിന്റെ എന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ദാരുണമായ സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തിന്റെ ഉത്തരവാദികൾക്കെതിരായി യൂത്ത് ലീഗ് ഒരു സമരം പ്രഖ്യാപിച്ചപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ സമരത്തിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ വരെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഒട്ടനവധി പരാതികളുണ്ടായിരുന്നു. ഡോക്ടർമാരില്ല, മരുന്നില്ല, ഉപകരണങ്ങളില്ല, ചികിത്സാ പിഴവ്. ഇന്നലെ വരെ നമ്മളെല്ലാവരും പറഞ്ഞത് ആരോഗ്യ മേഖല ICUവിലാണ് എന്നാണ്. എന്നാൽ ഇന്നലത്തോടുകൂടി മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദാരുണമായ സംഭവത്തോടു കൂടി നമുക്കൊരു കാര്യം ബോധ്യമായിരിക്കുന്നു. ആരോഗ്യ മേഖല, കേരളത്തിലെ ആരോഗ്യ മേഖല ICUവിലല്ല, വെന്റിലേറ്ററിലല്ല, അത് മോർച്ചറിയിലാണ് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും കൂട്ടരും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയണം, തലയോലപ്പറമ്പിലെ ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി തന്റെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. ചികിത്സ മാറുമെന്ന് വിചാരിച്ച് മെഡിക്കൽ കോളേജിലെത്തിയ ആ സഹോദരിക്ക് ജീവനാണ് കൊടുക്കേണ്ടി വന്നത്. ആ ജീവൻ എങ്ങനെയാണ് അവർക്ക് നഷ്ടമായത്? അതൊരു അപകടത്തിൽ സംഭവിച്ചതാണോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് പൊളിഞ്ഞപ്പോ ആ സംഭവ സ്ഥലത്ത് ഉടനടി എത്തിയ രണ്ട് മന്ത്രിമാർ, VN വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും. VN വാസവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് വരെ ഉണ്ട്, അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു അപകടവും ഇല്ല, ആർക്കും പരിക്കില്ല, നിസ്സാരമായ സംഭവമാണ്. വീണ ജോർജ് മാധ്യമങ്ങളോട് അത് തന്നെയാ പറഞ്ഞത്. രാവിലെ ഏതാണ്ട് 10:30 മണിക്കുണ്ടായ അപകടം 2.25 മണിക്കൂർ വൈകിപ്പിക്കാനുള്ള ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജും VN വാസവൻ എന്ന് പറയുന്ന മന്ത്രിയുമാണ്. വീണ ജോർജിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന്റെ പിറകിലുള്ള നിങ്ങളുടെ വീടില്ലേ, മന്ത്രിയുടെ ഔദ്യോഗിക വസതി, ആ വസതിയിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് മരണത്തിന്റെ ഗന്ധമാണ്. മരണത്തിന്റെ ഗന്ധമാണ് നിങ്ങൾ താമസിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രിയല്ല, മരണത്തിന്റെ മന്ത്രിയാണ്, കൊലയാളി മന്ത്രിയാണ് എന്ന് കേരളം ഇന്ന് ഒന്നടങ്ങ് വിളിക്കുകയാണ്. മെഡിക്കൽ കോളേജുകൾ മുഴുവൻ നിങ്ങൾ തകർത്തില്ലേ? നിങ്ങൾ മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളല്ലേ അവിടെ നടത്തിയത്? ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ലോക്കൽ കമ്മിറ്റി ചേരാൻ കഴിയും. എത്രയോ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ലോക്കൽ കമ്മിറ്റികൾ ചേരാൻ കഴിയും. സർക്കാർ ആശുപത്രികളിൽ പാർട്ടിക്കാരെ കുത്തി നിറച്ചു. നിങ്ങളുടെ പ്രയോറിറ്റി പാർട്ടിക്കാർക്ക്. നമ്മൾ എന്താ ചെയ്യുന്നത്? ലീഗ് എന്താ ചെയ്യുന്നത്? മെഡിക്കൽ കോളേജുകളിൽ CS സെന്റർ വഴി രോഗികളെ സഹായിക്കുന്നു. കോടിക്കണക്കിന് രൂപ മാസങ്ങൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. ഈ പാർട്ടി എന്താ ചെയ്യുന്നത്? പാർട്ടിക്കാരെ പിൻവാതിൽ വഴി നിയമിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരൻ കൊടുക്കുന്ന നികുതി പണം എടുത്ത് പാർട്ടിക്കാരന്റെ കീശയിലേക്ക് കൊടുക്കുന്നു. മെഡിക്കൽ കോളേജിലെ രോഗികൾ ഇവർക്ക് പ്രയോറിറ്റി അല്ല. റോട്ടിലിറങ്ങിയാൽ നായ കടിക്കും. ഈ നായ കടിച്ച് ചികിത്സിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. രണ്ടായാലും അപകടം. ഒന്നുകിൽ നായയെ പേടിക്കണം, അല്ലെങ്കിൽ വീണ ജോർജിനെ പേടിക്കണം. ഇതല്ലേ നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ? ഈ അവസ്ഥക്ക് മാറ്റം ഉണ്ടാകണം. ഈ ദാരുണമായ കൊലപാതകത്തിൽ ഒരു മകൻ, നവനീത് എന്ന് പറയുന്ന അമ്മയുടെ മകൻ, തനിക്ക് ആദ്യ ശമ്പളം കിട്ടിയപ്പോ ആ ശമ്പളം കൊടുക്കാൻ വേണ്ടി അമ്മയെ കാണാൻ വേണ്ടി വന്നതാ മെഡിക്കൽ കോളേജിലേക്ക്. സഹോദരിക്ക് ചികിത്സയാണ്, അമ്മ ആശുപത്രിയിലാണ് എന്നറിഞ്ഞിട്ട് അമ്മയെ കാണാൻ വേണ്ടി വന്ന ആ മകൻ നവനീത് ആദ്യമായി കാണുന്നത് അമ്മക്ക് കൊടുക്കാൻ അമ്മയുടെ കൈകൾ ചലിക്കുന്ന കൈകളല്ല ആ സഹോദരൻ കണ്ടത്, ആ മകൻ കണ്ടത് ജീവനറ്റ ശരീരമാണ്. ആ മകൾ തന്റെ കഴുത്തു പോലും ചലിപ്പിക്കാൻ കഴിയാതെ പുതപ്പിനടിയിൽ മുഖം അമർത്തി കരയുകയാണ്. ആരിതിന് മറുപടി പറയും? എന്നൊരു ധിക്കാരത്തോടെ ആരോഗ്യമന്ത്രി മറുപടി പറയാണ്. എന്തൊരു അഹങ്കാരമാണ്! ഈ അഹങ്കാരം വെച്ച് ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കാമെന്ന് ആരോഗ്യമന്ത്രി വിചാരിക്കുന്നുവെങ്കിൽ അത് അനുവദിക്കില്ല.